മോളുടെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓടി ചെല്ലുമ്പോ തന്റെ പൊന്നാര മകളുടെ മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് നിരത്തിയിരിക്കുകയാ. ഉസ്മാൻ തങ്ങള് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാണണോ നബിയേ, കാണണോ നബിയേ? മുത്തുനബി പറഞ്ഞത് കബറടക്കിക്കൊള്ളാർ തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോലും അല്ലാഹുവിന്റെ റസൂലിന് കഴിഞ്ഞില്ലല്ലോ. ഒരുപാട് മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് മസ്ജിദ് നബവിയിൽ നമസ്കരിക്കാൻ ഒരു സഹാബി വരുമ്പോ ഒരു ചെറിയ മകനെ പള്ളിയിൽ കൊണ്ടുവരുമായിരുന്നു. പ്രവാചകൻ ആ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രവാചകൻ ആ സഹാബിയുടെ മകനോട് തമാശ പറയുമായിരുന്നു. പല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ നിൽക്കുമ്പോ വാപ്പ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോനെ വിടെ? വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ. അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, സ്വർഗത്തിൽ പോകണ്ടേ, സ്വർഗത്തിൽ പോകണ്ടേ? അല്ലാഹുവേ, നിങ്ങളുടെ പൊന്നുമകൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നില് നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സമാധാനിപ്പിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു വാപ്പയ്ക്കും താങ്ങാത്ത കാര്യമാ, ഒരു ഉമ്മയ്ക്കും താങ്ങാത്ത കാര്യമാ. പക്ഷേ ക്ഷമിച്ചല്ലേ പറ്റൂ. അല്ലാഹു അതിന് പകരം സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവസാനമായിട്ട് അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങള് പടച്ചവനെ രോഗങ്ങളാണ്. ക്യാൻസർ വരുമല്ലോ, ട്യൂമർ വരുമല്ലോ, കിഡ്നി തകരുമല്ലോ, ശരീരം തളരുമല്ലോ, നട്ടല്ലൊടിയുമല്ലോ. പടച്ചവനെ രോഗം പിടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ രോഗികളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, പലരും പറയാറുണ്ട് അവന് ചെയ്തു കൂട്ടിയതിന് പാപത്തിന് അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ. എന്റെ പ്രിയമുള്ള സഹോദരാ, രോഗം അല്ലാഹു ഒരടിമയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ക്യാൻസർ രോഗമുണ്ടല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ രോഗം വരരുതെന്നാണ്, എല്ലാവരും ദുആ ചെയ്യുന്നത് ആ രോഗം വരരുതെന്നാണ്. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ക്യാൻസർ രോഗം പിടിച്ച മനുഷ്യനുണ്ടല്ലോ, നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് ആ ക്യാൻസർ പിടിച്ചവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത് അല്ലാഹുവേ ക്യാൻസർ തരരുതെന്ന. എന്താ കേട്ടോ, ക്യാൻസർ രോഗം പിടിച്ച ഒരു മനുഷ്യന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ ഇത് വരാത്തവൻ പറയുവത്രേ, എനിക്ക് ഈ രോഗം പോലും വന്നില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ക്യാൻസർ 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ. ഈ രോഗം വന്ന് മരിച്ചവന് ഷഹീദിന്റെ കൂലിയ. നാളെ ഒരു ശുഹദാഇന് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ടെന്ന. നാളെ പരലോകത്ത് വെച്ചിട്ട് ഈ ക്യാൻസർ രോഗം പിടിച്ചവനെടാ, നീ ഒരുപാട് വേദന അനുഭവിച്ചവനല്ലേടാ, നിന്റെ പാവക്ക് അല്ലാഹു പുറത്തു നിൽക്കുന്നു, പോടാ കയറി സ്വർഗത്തിൽ. ക്യാൻസർ രോഗം പിടിച്ചവന് കടന്ന് നരകിച്ചതാ. കിടന്ന കിടപ്പി കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുമ്പോ നമ്മളൊക്കെ പറയും, ഓനൊക്കെ കളിയാക്കും, എങ്ങനെങ്കിലും മരിച്ചാൽ മതി എന്ന് ദുആ ചെയ്യും. അവൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ. അവൻ ചെയ്ത പാപം മുഴുവൻ ഇവിടെ വെച്ച് തന്നെ അല്ലാഹു പുറത്തു കൊടുക്കുക, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു പുറത്തു കൊടുക്കുക. മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന രീതിയിൽ അവൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗങ്ങൾ, ഞാൻ ഇപ്പോൾ വരുമ്പോഴും ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ, ദുആ ചെയ്യ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ പഠിച്ചവൻ എവിടെയും വാതിന് വരും, ഉസ്താദ് നാളെ എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകാൻ ദുആ ചെയ്യാൻ. അല്ലാഹു ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.